ശബരിമല ഇനി സ്വർണം വല്ലതും ബാക്കിയുണ്ടോ? വിജയം വലിയ 10-25 വർഷം മുമ്പ് കൊടുത്തത് അത് കൊണ്ടുപോയി. അവിടെ നിന്നിട്ട് ചെമ്പുവാല കൊണ്ട് റീപ്ലേസ് ചെയ്തു. ദ്വാരപാലകനെ കാണാനില്ല, താഴികക്കുടം കാണാനില്ല, പീഠം കാണാനില്ല. എനിക്കൊരു സംശയം, ആ അയ്യപ്പനെ കൊണ്ടുപോയോ ഒറിജിനലിനെ? അവിടെ വെച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണോ? മനസ്സിന്റെ വിഷമം കൊണ്ട് ചോദിച്ചു പോവുക. എത്ര നാളിങ്ങനെ ആൾക്കാരെ പറ്റിക്കും? പിന്നെ ഈ തിരുവാഭരണം അതെല്ലാ വർഷവും ആ പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, പിന്നെ തിരിച്ചു കൊണ്ടുപോകും. ആരുടെയൊക്കെ കൈമാറിയ എവിടെയൊക്കെ വെച്ചാൽ പെട്ടി മാറിപ്പോയിട്ടിരിക്കുന്നത് ആർക്കറിയാം? ഇതൊക്കെ പ്ലേറ്റഡ് ആണോ അതോ ഒറിജിനൽ തങ്കം തന്നെയാണോ? ഒന്ന് ചെക്ക് ചെയ്താൽ കൊള്ളായിരുന്നു. ഒരു അഭ്യർത്ഥനയാണ്. ഈ ശബരിമല സ്വർണ്ണ വിഷയത്തിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആർക്കും തന്നെ വലിയ പരാതിയൊന്നുമില്ല. താമര കുഞ്ഞുങ്ങളാണെങ്കിൽ കാര്യമായിട്ട് ഒന്നുമേ മിണ്ടുന്നില്ല. കാരണം ഈ അമ്പലം മുഴുവൻ ഞങ്ങളുടെയാണെന്നും പറഞ്ഞുകൊണ്ട് ഓണർഷിപ്പ് എടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു അവര്. ശബരിമല ആയിക്കോട്ടെ, ഗുരുവായൂരായിക്കോട്ടെ, എല്ലാ അമ്പലത്തിലും ഞങ്ങളാണ് ഭരണം നടത്തുന്നത്, ഞങ്ങളാണ് ഇവിടുത്തെ വലിയ ആഫീസറെന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഞാൻ പ്രതിപക്ഷ നേതാവാണ് കേട്ടോ, എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം, ഓർത്തോണം കേട്ടോ, ഇന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, കേരളത്തിലുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഓരോ പ്രസ്താവനയൊക്കെ ഇറക്കും. അത് ഹാംലെസ് ആയിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു തള്ളത്തുള്ളൂ. എല്ലാ പാർട്ടിക്കാരുടെയും ആൾക്കാർ ഈ പറഞ്ഞ ശബരിമല കയറി ഇറങ്ങിയിട്ടുണ്ട്. ചാൻസ് കിട്ടിയവരൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല. അവസാനം പോയതാർക്കാ? ഈ പാവപ്പെട്ട ഭക്തർക്ക്. ഭക്തിയോടെ അവിടെ ചെന്ന് അയ്യപ്പ എന്ന് വിളിക്കുന്ന ഭക്തന്മാർക്ക് അവിടെ കാണുന്നില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എന്നൊരു വിചാരം മാത്രമേ ഇനി ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെ ആര് മാറ്റിയെടുക്കാനാ?